നമസ്കാരം പ്രീത. നമസ്കാരം ചേട്ടാ. പിന്നെ നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകളിൽ എന്ത് വന്നാലും നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വിഷയം ഒരു വീഡിയോ എങ്കിലും ഉണ്ടാകും, വിട്ടുപോകാറില്ല. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം KN ഷാജഹാൻ സാർ പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങൾ എല്ലാം തന്നെ അങ്ങനെ അധികമില്ലെങ്കിലും ചിലരെ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ വിഷയം സംസാരിക്കുന്നതിലേക്ക് ചിലരെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ക്രൈം അത് നന്നായി തന്നെ ഒരിക്കൽ പോലും ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം പറയാൻ കാര്യം എന്നറിയോ, അദ്ദേഹം പറയാൻ കാര്യം മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ 12-ാം തീയതി ഈ കേസ് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് അതിന്റെ വിചാരണ, സാധാരണ ഇങ്ങനെ പ്രമാദമായ കേസ് വരുമ്പോൾ അവരുടെ വാർത്ത കൈകാര്യം ചെയ്യുന്ന ആൾ ആ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. അന്ന് 12-ാം തീയതി അങ്ങനെ ആരും തന്നെ പറഞ്ഞില്ല. അത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ആറിത്തണു തുടങ്ങി. ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് ആറിത്തണു തുടങ്ങി. അവർ അടുത്ത വിഷയത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അതിന്റെ ഇടയിൽ ചേട്ടൻ ശ്രദ്ധിച്ചോന്നറിയില്ല, ബാലഭാസ്കറിന്റെ കേസ് വന്നു. അതെ, സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതും ചേട്ടൻ ശ്രദ്ധിച്ചോ? അതും ആ 2-3 ദിവസത്തേക്കേ ഉള്ളൂ. പക്ഷെ നവീൻ അത് പിന്നീട് കണ്ടിന്യൂസ് അതിന്റെ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ വിഷയം എന്ന് പറയുമ്പോൾ അതിൽ പല താല്പര്യങ്ങളും പല മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അവരുടേതായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ ഊന്നി തന്നെയാണ് ഇവരെല്ലാവരും വാർത്തകൾ പുറത്തു വിടുന്നത്. നമുക്കറിയാം, നേരറിയാൻ എന്ത് വായിക്കണം, സത്യം അറിയാൻ എന്ത് വായിക്കണം എന്നുള്ളൊരു ചോദ്യം തന്നെ ജേർണലിസ്റ്റുകൾക്കിടയിലുണ്ട്. അപ്പോ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഒരു വിഷയം. അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നവീൻ ബാബുവിന്റെ കേസ് എന്ന് പറയുന്നത് മടുത്തു തുടങ്ങി. പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെയല്ല, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനകത്ത് ഈ കോടതിയിലെ ട്രയൽസ് ഒരുപാട് വലിയ മാധ്യമങ്ങളിലൂടെ അറിയണ്ട എന്നൊരു തീരുമാനമായിരിക്കുമോ? കോടതിയിൽ ട്രയൽസ് ഉണ്ടല്ലോ, ഈ നടക്കുന്നത് ഒരു ട്രയൽസ് എന്നാ പറയുന്നത്. ഇത് ജനം അറിയുന്നത് കോടതിയുടെ സുതാര്യതയെ ബാധിക്കും എന്നുള്ളത് വരുമോ? കോടതിയുടെ സുതാര്യതയെ ബാധിക്കും എന്ന് കരുതിയിട്ടാവില്ലല്ലോ. ആ കോടതിയുടെ എന്തെല്ലാം റിപ്പോർട്ടിങ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെല്ലാം പ്രമാദമായ കേസുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെറുതും വരുന്നുണ്ട്. അതെ, അപ്പൊ അതൊക്കെ വരുന്നുണ്ട്. ADM നവീൻ ബാബുവിന്റെ കേസ് വരുമ്പോൾ മാത്രം അത് പുറത്ത്. പക്ഷെ അത് പർട്ടിക്കുലർലി 12-ാം തീയതിയാണ് അതിന്റെ ആരംഭം വരുന്നത്. 12-ാം തീയതിയാണ് അവരുടെ വാദത്തിന്മേൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അന്ന് പറയുന്നതിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ പ്രാധാന്യ ദിവസം തന്നെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അന്ന് വേറെ പല സാമൂഹിക മാധ്യമങ്ങളിലെ തിരുവനന്തപുരത്തേക്ക് സാമൂഹിക മാധ്യമങ്ങളെയൊക്കെ വിളിച്ചാണ്. കാര്യം നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്തത് എന്താകും എന്നുള്ള വാർത്തയ്ക്ക് വേണ്ടിയല്ല, നമ്മൾ കേരള സമൂഹം കാത്തിരിക്കുന്നത് പോലെ നമ്മളും ആ മനുഷ്യന്റെ പക്ഷത്തോട് ആ കുടുംബത്തോട് ചേർന്നതുപോലെ ഒരു മനസ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. പ്രജിതയ്ക്ക് അങ്ങനെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് പറ്റില്ല ഒരിക്കലും അതിനെ വിട്ടുകളയാൻ. നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അത് ഉച്ച കഴിഞ്ഞ് എടുക്കുള്ളൂ എന്ന് പറയുന്നു. പിന്നെ വൈകുന്നേരം ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഒരു വാർത്തയായിട്ടാണ് പ്രമുഖ ചാനലിലെ അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസിലെ അഭിലാഷ് നായർ പറഞ്ഞത്. പിന്നെ അന്ന് രാത്രി ചർച്ചയ്ക്ക് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. വിനു ആണത് നയിച്ചത് ആ ചർച്ച, ഡിബേറ്റിൽ. വിനു ആയതുകൊണ്ടായിരിക്കാം ആ ഒരു റിപ്പോർട്ടർ നമ്മളെ പോലെയൊക്കെ സമൂഹ മനസ്സ് ഒരു വേള ചിന്തിക്കുന്ന പോലെ അദ്ദേഹം ചിന്തിച്ചത് കൊണ്ടായിരിക്കാം. അദ്ദേഹം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളെ ഈ മാധ്യമ കുറിച്ച് മാത്രം ഈ ടോപ്പിക്ക് നമ്മൾ നിർത്താൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിത്തീരും? CBIക്ക് തന്നെ പോകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രീത വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു താല്പര്യം, എന്റെ മനസാക്ഷിയിൽ ഞാൻ പറയുന്നത് അത് CBIക്ക് വിടണം. കാരണം ചേട്ടൻ അറിയാലോ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെ പിന്നീട് സർക്കാർ പ്രോസിക്യൂഷൻ പരാജയമാണ്, തികഞ്ഞ പരാജയമാണ്. വെറും പരാജയം എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പാണ്. അപ്പോൾ അതിൽ തന്നെയുണ്ട് പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട്. അത് പലതാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോരോ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തതുമാണ്. അപ്പോൾ മാത്രമല്ല, കേസ് ഡയറി വിശദമായി പഠിക്കണം എന്ന് പറയുകയും കേസ് ഡയറി കോടതി പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പക്ഷേ അവരെഴുതിയിരിക്കുന്നതിൽ പോലും കോൺട്രഡിക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളില്ലേ ചേട്ടാ? തീർച്ചയായിട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോ
പോലീസ് പറയുന്നു CCTV ദൃശ്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഈ CCTV ദൃശ്യങ്ങൾ അവർ ശേഖരിച്ചിട്ടില്ല. ഇല്ല അതെ, ഒരു സാധാരണ കേസിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇവർ ചെയ്തിട്ടില്ല. അപ്പൊ അത് തന്നെ വായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ജഡ്ജ് അത് പഠിക്കുമ്പോൾ ഇതിൽ ഇന്നത് ചെയ്തിട്ടില്ല എന്ന് നോട്ട് ചെയ്യപ്പെടില്ലേ? അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോഴും പിന്നീട് അദ്ദേഹവും മാധ്യമങ്ങളൊന്നും കാണാതിരിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ ഒരു ജഡ്ജ് എന്ന് പറയുന്നത്. മാധ്യമങ്ങളിലൂടെ നമ്മൾ പറയുന്നതാണെങ്കിലും അതിന്റെ വരാനുള്ള സാധ്യതകളും ഒരുപക്ഷെ നമുക്ക് ലഭിച്ച സൂചനകളും ഒക്കെ ആയിരിക്കും. അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരേപോലെ നമ്മൾ പറയുന്ന പോലെ മൊബൈൽ നോക്കി ഇരിക്കുകയല്ലെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മോണിറ്റർ ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പോ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നോട്ട് ചെയ്ത് കൊടുക്കാൻ ആളുണ്ടല്ലോ. അപ്പോൾ എല്ലാം വിലയിരുത്തിയിട്ട് തന്നെ ആയിരിക്കും പൊതുസമൂഹം. അപ്പൊ നമുക്ക് അതൊരു CBI അന്വേഷണത്തിലേക്ക് തന്നെ പോകും എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലെ? 27-ാം തീയതി അങ്ങനെ ഒരു വിധി 27 എന്നാണ് പറയുന്നത്. ചിലപ്പോ 27-ന് മുന്നേ തന്നെ അതിന്റെ വിധി വരും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും 27-ാം തീയതിക്ക് ആണെങ്കിലും CBI അന്വേഷണം വരുമ്പോഴും നമുക്ക് ഇവിടെ ഒരു രാഷ്ട്രീയം കൂടെ ചിലപ്പോൾ പറയേണ്ടി വരും. എന്ന് വെച്ചാല് CBI എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഏജൻസിയാണ്. അപ്പൊ കേരളത്തിലെ പോലീസ് പരാജയപ്പെടുക എന്ന് പറഞ്ഞാല് അത് കേരളത്തിൽ സർക്കാരിന് കിട്ടുന്ന ഒരു ചെകിട്ടത്തെ അടിയാണ്. തീർച്ചയായിട്ടും സർക്കാരിന് കിട്ടുന്ന ചെകിട്ടത്തെ അടിയാണ്. ഒരു കാര്യം പറയണം, നമ്മുടെ കേരള പോലീസ് എഫിഷ്യന്റ് അല്ല. കേരള പോലീസിന്റെ കണ്ണൂർ ഘടകം ഭരിക്കുന്നവരുടെ ചട്ടുകമായതിന്റെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്നതാണെന്ന് പോലീസിനകത്തുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിൽ കുണ്ഠിതരാണെന്നും നമ്മുടെ പല പോലീസ് സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പുഴുക്കുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പോലീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇങ്ങനെ ഈ സബ്ജക്റ്റ് ഈ സമയത്ത് തീരില്ല, അത് മാറിപ്പോവും. അപ്പോൾ എന്തായാലും പിന്നെ CBI അന്വേഷണം വരുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്നാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. എന്തായാലും അത് CBI അന്വേഷണം വരുമെന്ന് തന്നെ കരുതാം. കാര്യം കേരളത്തിലെ ഭരണത്തിനെതിരെ കേന്ദ്രത്തിന് അടിക്കാൻ കിട്ടുന്ന ഒരു വടിയാണ്. ആയതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ വിഷയം വെച്ച് കേരളത്തെ ആക്രമിക്കാൻ കേന്ദ്രത്തിൽ BJPക്ക് ഒരു ആയുധം കൂടിയാണ്, ഒരു ആയുധം കൂടെ ആകുന്നത് ഒരു വശം. പക്ഷെ കേരള സമൂഹം കാണുന്നത് ഇത് CBI അന്വേഷണം. അപ്പോഴും നമ്മുടെ സാറിനെ പോലെ, നമ്മുടെ ക്രൈം നന്ദകുമാർ സാറിനെ പോലെയുള്ള ഈ രംഗത്ത് CBIയുടെ ഒരുപാട് ചവിട്ടിക്കുത്തുകൾ ഏൽക്കേണ്ടി വന്ന ആൾക്കാർ CBI വിശുദ്ധ പശു എന്നൊന്നും പറയില്ല അല്ലെ? ഒരിക്കലും. അപ്പൊ കൂട്ടിലടച്ച് കളിയെന്ന് അങ്ങേര് പറഞ്ഞു, ഗോവിന്ദൻ പറഞ്ഞു, MV ഗോവിന്ദൻ പറഞ്ഞു, പാർട്ടി സെക്രട്ടറി. പക്ഷെ നമ്മുടെ സാറിനെ പോലുള്ളവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ധരിക്കുന്നത് എന്ന് പുള്ളി ചോദിക്കും. കാര്യം അദ്ദേഹത്തിന് ഒരുപാട് വീഴ്ചകൾ അനഘ കേസിൽ തുടങ്ങിയിട്ടൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കലാഭവൻ സോബി ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രജിതയും ചർച്ചയ്ക്ക് ഇരുന്നതാണ്, ഞാനും ഇരുന്നതാണ്. അദ്ദേഹം ഒരു തമാശ പറഞ്ഞു, നിങ്ങളൊക്കെ CBI ഡയറി കുറിപ്പിൽ മമ്മൂട്ടിയെ കാണാൻ ചെന്ന് കയറുന്ന ആ ഓഫീസ് അന്തരീക്ഷം, ആ ഓഫീസിലെ ആ ഒരു വാംനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഞാൻ പോയ CBI ഓഫീസ് തിരുവനന്തപുരത്ത് കണ്ടില്ല. ഞാൻ അവിടെ മമ്മൂട്ടി പോലൊരു ഓഫീസറെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും നാം CBIയെ തമാശയ്ക്ക് രൂപേണ അങ്ങനെ കുറ്റപ്പെടുത്തലോ അങ്ങനെ ഒന്നുമല്ല. ഈ കേസിൽ CBI വരേണ്ടത് ആ കുടുംബത്തിന്റെ ആവശ്യമാണെന്ന് അവർ പറയുമ്പോൾ നാമും പറയുന്നു, അല്ലെങ്കിൽ ഈ കേരള സമൂഹം പറയുന്നു, CBI വരുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം. നന്ദി, നമസ്കാരം.